നമസ്കാരം, ഞാൻ മൃണാൾ. അങ്കമാലിക്ക് പടിഞ്ഞാറ് അയിരൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം. അവിടെ നമ്മുടെ ദേവസിക്കുട്ടിയുടെ ഷോപ്പ് ആരോ പൈസ കൊടുക്കാതെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊട്ടെ ബീഫാണ് താരം. അതിന്റെ കളറ് കണ്ട, ഹോ, ബീഫ് ഇങ്ങനെ കപ്പയിലേക്ക് ചേർത്ത് നല്ലവണ്ണം ന്യായമായിട്ട് ചേർത്ത് അതിങ്ങനെ മിക്സ് ചെയ്ത് ഒരുമിപ്പിച്ച് നല്ലോണം മെനക്കെട്ട് ചൂടിൽ ഒരുമിപ്പിച്ച് ഒരു വാഴയിലയിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ലേശം തോരണങ്ങളുമായിട്ട് ഇങ്ങ് പോരും. എന്താ രസല്ലേ. ദിസ് ഈസ് ദ നെയ്. എനിക്ക് പണ്ടേ മനസ്സിലാകത്താണ് ഇങ്ങനത്തെ കടകൾ സ്ഥിരമായിട്ട് സ്പൂൺ തരും. ഈ സാധനത്തിന് 100 രൂപയാണ്. നമ്മുടെ നാട്ടിൽ മാറിക്ക സ്പൂണേ ഒരു പണി എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിലേക്ക് കപ്പയും പോർക്കും 2 പോർക്കും വെറുതെ 3 കണ്ട, സ്പൂണ് വെച്ചാൽ നമ്മൾ കറപ്റ്റായി പോകും. നമ്മൾ കൈക്ക് വേറെ സ്പൂൺ ഉപയോഗിക്കും. ഇതാണ് ഭരണകൂടത്തിൻ്റെ ഒരു ട്രിക്ക്. ചില സാധനങ്ങൾ നമ്മളെ അങ്ങ് ഉപയോഗിപ്പിച്ച് ശീലിപ്പിക്കും. അങ്കമാലി ഭാഗത്ത് നല്ല റെസ്റ്റോറൻറ്റ്സ് ഭയങ്കര കുറവാണ്. ശരി, എയർപോർട്ടിൻ്റെ അവിടെ സൽക്കാരയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പാരഗൺ ആർട്ട്ലെക്സിൻ്റെ അവിടെയുണ്ട്. പക്ഷെ അവരും അങ്കമാലി ഫുഡ് തമ്മിൽ യാതൊരു ബന്ധമില്ലല്ലോ. അങ്കമാലിക്ക് ഒരു റിച്ച് ആയിട്ടുള്ള ഫുഡ് കൾച്ചറുണ്ട്. അത് കഴിക്കണമെങ്കിൽ അങ്ങനത്തെ വീടുകളിൽ പോകണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഫങ്ഷനിൽ നമുക്ക് പോകാൻ പറ്റണം. ഇത് രണ്ടും എളുപ്പമല്ല, പക്ഷേ അത് സാധിപ്പിച്ചു തരുന്ന സ്ഥലങ്ങളാണ്. നിങ്ങളുടെ നാട്ടിൽ എത്ര കടകളുണ്ടാവും? നിങ്ങളുടെ നാട്ടിൽ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നൊരു വീട്ടിൽ കിട്ടുന്ന പോലെ, നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നത് പോലെയെന്ന് പോലും ഞാൻ പറയില്ല. കാരണം നിങ്ങളുടെ വീട്ടിലാരെങ്കിലും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന പോലും എനിക്കറിയില്ല. നിങ്ങളത് തീരുമാനിക്കണ്ടേ. നന്നായിട്ട് നമ്മുടെ നാട്ടിൻപുറം അവിടെ ഏറ്റവും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നൊരു വീട്, ഇവിടെ കിട്ടുന്ന പോലത്തെ ഫുഡ് ആ നാട്ടിൽ ഏത് റെസ്റ്റോറൻറ്റിലാണ് കിട്ടുക? എവിടെ കിട്ടും? ഉദാഹരണത്തിന് തലശ്ശേരി പോയാൽ ഇവിടെ എല്ലാവരും പറയും ഇവിടുത്തെ കല്യാണത്തിന് കിട്ടുന്ന പോലത്തെ ബിരിയാണി, അല്ലെങ്കിൽ ഇവിടുത്തെ വീടുകളിൽ കിട്ടുന്ന പോലത്തെ ബിരിയാണി ഒരിക്കലും റെസ്റ്റോറൻറ്റ്സിൽ കിട്ടില്ല. അങ്ങനത്തെ ഒരു കട ഇവിടെ ഇല്ല. എന്നോട് ഈ ഇടയും ആബിദ റഷീദ് പറഞ്ഞിരുന്നു കോഴിക്കോട്. പണ്ടത്തെ പോട്ടെ, അവരിപ്പോൾ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സംഭവം എവിടുന്നാണ് വാങ്ങിക്കാൻ കിട്ടുക എന്ന് ഒരുപാട് പേര് അവരോട് ചോദിക്കാറുണ്ട്. പക്ഷെ അത് അവർക്ക് റെസ്റ്റോറൻ്റൊന്നുമില്ല. അത് റെക്കമെൻഡ് ചെയ്യാൻ ഭയങ്കര പാടാകുന്നു. പക്ഷെ അങ്കമാലിക്കാർ എയർപോർട്ടിൻ്റെ അടുത്ത് ആനിച്ചേട്ടൻ്റെ ഒരു കടയുണ്ട്. ഈയിടെ അവിടെ മൃണാസ് ഡെയിലിയിൽ ചായ പിടിക്കാൻ വന്നൊരു പെൺകുട്ടി പറയായിരുന്നു ഇവിടെ വേറൊരു കടയുടെ ആ പരിസരത്ത്. അവരെല്ലാവരും ഫീൽ ചെയ്യുന്നത് ഇങ്ങനത്തെ ഹോംലി ഫുഡ് കിട്ടുന്ന കുറേ ചാക്കടകളുണ്ട്. വീട്ടിൽ കിട്ടാത്ത ഒന്നും ഇവിടെ കിട്ടില്ല. പൊറോട്ട കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഇങ്ങനത്തെ നാടാണോ നിങ്ങളുടെ നാട്? ദയവ് ചെയ്ത് വീട്ടിൽ പോയാൽ നല്ല ഭക്ഷണം കിട്ടും, അല്ലെങ്കിൽ കല്യാണത്തിന് പോയാൽ നല്ല ഭക്ഷണം കിട്ടുമെന്ന് പറയരുത്. കാരണം ഈ കല്യാണം എപ്പോഴാണെന്ന് എനിക്കറിയില്ല. വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നത് എനിക്കൊരു മടിയില്ല. എപ്പോഴാണെന്നെങ്കിലും അറിയണ്ടേ. പിന്നെ ഒരു വീട്ടിൽ കയറി ചുമ്മാ പോയിട്ട് ആ സാധനം തരാൻ പറ്റും, ഈ സാധനം തരാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നൈസേട്ടാ. ഓ, ശർക്കര കാപ്പി. അത് എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ ആരും ഇല്ലാത്ത?
100 രൂപയുടെ കപ്പയും പോർക്കും കപ്പയും ബീഫും എന്താ വെച്ചാൽ 100 രൂപയുടെ അല്ലെങ്കിൽ 90 രൂപയുടെ 110 രൂപയുടെ. ഇതൊക്കെ കഴിക്കാൻ 100-200 പേര് ഒരു ദിവസം വരുന്നതാണ്. ഒരാൾക്ക് നമ്മുടെ നാട്ടിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. ഞാൻ പറയുന്നത് എല്ലാവരും കേണൽ സാൻഡേഴ്സും സാഗർ ഹംസക്കയും അല്ലെങ്കിൽ അങ്ങനെ ആവണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഇത്ര ചെറിയ അതിർത്തി നമ്മൾ വെക്കരുത്. മേ ബി നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും, പക്ഷേ അത്രയും കഷ്ടപ്പെടുന്ന അത്രയും അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നം അവരിലേക്കും കൂടെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ദ്രോഹമാണ്. നാട്ടുകാർ തേടി വന്നാൽ മതിയോ? നാടിന് പുറത്തുള്ളവർ അറിഞ്ഞു വന്നാൽ മതിയോ? ഇവിടെ വേറെ സംസ്ഥാനങ്ങളില്ലേ, വേറെ രാജ്യങ്ങളില്ലേ? ഈ പോർക്കും ബീഫൊക്കെ നമ്മളെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രാജ്യങ്ങളില്ലേ? കപ്പ ഇന്ത്യൻ സാധനമല്ല, ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്ന് വന്നതാണ്. അവരെന്താ ധാരാളമായിട്ട് കപ്പയും ബീഫും അല്ലെങ്കിൽ കപ്പയും പോർക്കും തേടിയിട്ട് കേരളത്തിലേക്ക് വരുന്നൊരു കാലം ഉണ്ടാകുന്നത് നമുക്ക് സ്വപ്നം കണ്ടുകൂടെ? സ്വപ്നത്തിനെപ്പോൾ അതിരുണ്ടായ സ്വപ്നത്തിന് വരെ നിങ്ങൾക്ക് അതിരുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യം എന്താ? ഒരു ജീവിതമേ ഉള്ളൂ, ഒരിക്കലും റീടേക്ക് ഇല്ല ജീവിതത്തിന്. മോക്ഷം, പുനർജന്മം കംപ്ലീറ്റ് തട്ടിപ്പാകും. ഈ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഹൈറ്റിലെത്തുന്നില്ലെങ്കിൽ അത് കഴിഞ്ഞ ജന്മത്തിലെ പാപത്തിൻ്റെ ബാക്കിയെന്ന് പറയുന്നതും തട്ടിപ്പാണ്. ഇതൊക്കെ പറയുന്നവർക്ക് ആരും പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട്. കഷ്ടപ്പാടിന് അപ്പം തന്നെ റിസൾട്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ ആരും അവരെ ചൂഷണം ചെയ്യുന്നുണ്ട് അല്ലേ? ആ ചൂഷണം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടല്ലേ ഈ സംസാരങ്ങളൊക്കെ ഉണ്ടാവുന്നത്?